തൃശ്ശൂരിൽ 3 ഇടങ്ങളിലായി വൻ ATM കവർച്ച. ഷൊർണൂർ റോഡ്, കോലഴി, മാപ്രാണം എന്നിവിടങ്ങളിലാണ് കവർച്ചയുണ്ടായത്. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMലെ പണം കവരുകയായിരുന്നു. 60 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, നമ്മൾ ഇന്നലെ ഒരു സ്വർണം പൊട്ടിക്കലിന്റെ വളരെ രൂക്ഷമായ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനിതാ തൊട്ട് പിന്നാലെ തൃശ്ശൂരിൽ വീണ്ടും 3 ATM കവർച്ച. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ കാണുന്ന SBIയുടെ ATMലാണ് ഇത്തരത്തിൽ ഈ മോഷണം നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള SBI ATMലാണ്. ഇതിന് പുറമെ തൃശ്ശൂരിലെ തന്നെ കോലഴിയിലും അതുപോലെ തന്നെ കോലഴിയിലും മാപ്രാണത്തും അങ്ങനെ 3 ഇടങ്ങളിലായി ഈ ATM മോഷണം നടന്നിട്ടുണ്ട്. SBIയുടെ ATMലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുള്ളത്. ഈ പുലർച്ചെ 3-നും 4-നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ള ഒരു ആളുകളുടെ ഒരു സാന്നിധ്യമൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ 3 ATMകളിൽ നിന്നുമായി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ATMകളുടെയും ഉൾഭാഗം കൃത്യമായി അതായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അത് വേർപ്പെടുത്തിയ ശേഷം അതിൻ്റെ ട്രേയിൽ നിന്ന് പണം എടുക്കുകയാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓരോ ഈ ATMകളിൽ നിന്നും ഇത്തരത്തിൽ സേഫ്റ്റി അലാം അത് കൃത്യമായി SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയിരുന്നു. ആ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയ സമയത്ത് ഇത്തരത്തിൽ ഇപ്പോൾ കമ്മീഷണർ R. ഇളങ്കോയാണ് ഇവിടെയുള്ളത്. സാർ, എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിന് ആയിട്ടുണ്ടോ? ഈ ഘട്ടത്തിലൊന്നും പറയാനില്ല. അന്വേഷണം ഊർജിതമാണ്. പാലക്കാട്, കോയമ്പത്തൂർ ഉൾപ്പെടെ ജില്ലകളും അയൽ സംസ്ഥാനത്തെ അലേർട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ള ക്ലൂസ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നിന്നുള്ളവരാണോ, എന്താണ് CCTV ഒക്കെ കൃത്യം നമുക്ക് കിട്ടിയിരുന്നു? നമുക്ക് പ്രൊഫഷണൽ ഗാങ് എന്നെ സംശയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോഴത്തേക്ക് പങ്കുവയ്ക്കാം. എല്ലായിടത്തും ഒരു ടീമാവാനാണോ സാധ്യത? ഒരേ സമയം തന്നെയാണോ? അങ്ങനെയാണ് പ്രാഥമിക നിഗമനം. ഇവരെ എങ്ങനെയാണ് നമ്മുടെ ഒരു അന്വേഷണം, അതായത് ഇവർ ആദ്യം കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങനെയാണ്? വാഹന പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. വാഹന പരിശോധന നൈറ്റ് തന്നെ അലേർട്ട് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ കൃത്യം ചെയ്ത വാഹനത്തിനെ കുറിച്ചുള്ള സൂചനകൾ കുറച്ച് ലഭിച്ചിട്ടുണ്ട്. അതിനോടുകൂടി അന്വേഷണം ഊർജിതമായിട്ട് പോകും. താങ്ക് യു. എത്ര സംഘമുണ്ട് സാറ് ഇത് അന്വേഷിക്കാനായിട്ട്? കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് പ്രൊഫഷണൽ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. കാരണം ഓരോ CCTVകളും ഓരോ ATMൻ്റെയും CCTVകളും അത് കൃത്യമായി കറുത്ത പെയിൻ്റ് അടിച്ച് സ്പ്രേ ചെയ്ത് CCTV ദൃശ്യങ്ങളിൽ മുഖം പതിയാത്ത വിധമാണ് ഇത്തരത്തിൽ ഈ മോഷണം നടന്നിരിക്കുന്നത്. അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്ന, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ ATMിൽ നിന്നുള്ള സുരക്ഷാ അലാം അത് കൃത്യമായി SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ അത്രത്തോളം ആ ഒരു ഗ്യാപ്പ്, ആ ടൈം ഗ്യാപ്പ് കൃത്യമായി എത്രത്തോളം ഉണ്ട്, ആ ഗ്യാപ്പിൽ തന്നെ ഈ ATMിൽ നിന്ന് കവർച്ച നടത്തി ഈ സംഘം ഇവിടെ നിന്ന് കടക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇതേ സംഘം തന്നെയാണ് മറ്റ് 3 ഇടങ്ങളിലും ഈ മോഷണം നടത്തിയതെന്നാണ് പ്രധാനമായും ഒരു പ്രാഥമികമായ ഒരു നിഗമനമായി പോലീസ് പറയുന്നത്. അതായത് ഇതേ 4 സംഘം തന്നെയാണ് ഈ മാപ്രാണത്തെ SBI ATMിലും അതിനുശേഷം, മാപ്രാണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇടതുവശത്ത് കാണുന്നത്, അതായത് ഏകദേശം ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരുന്ന ഈ ഒരു വഴിയാണ്. അത് അവിടെ നിന്നും തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തി, നഗരത്തിൽ ശേഷം ഇവിടെ എത്തിയ ശേഷം പിന്നീട് വീണ്ടും ഈ ഒരു ATMിൽ നിന്ന് കവർച്ച നടത്തിയ ശേഷം വീണ്ടും തൊട്ടപ്പുറത്തുള്ള നേരെ എതിർദിശയിലുള്ള ഇതിലെ പോയാലാണ് ഷൊർണൂർ റോഡ്. ഈ ഭാഗം ഇത് ശരിക്കും കൊടുങ്ങല്ലൂർ, ഷൊർണൂർ ആ ഒരു ഭാഗത്തേക്കെല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഒരു റോഡാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടാണ് ആ ഭാഗത്തുള്ളത്. എന്തായാലും ഇതിലൂടെ നേരെ പോയി പിന്നീട് ഈ കോലഴി ഭാഗത്തേക്കാണ് എത്തുക. കോലഴി ഭാഗത്ത്, അതായത് വടക്കാഞ്ചേരി, ഷൊർണൂർ ഭാഗങ്ങളിലേക്കാണ് എത്തുക. ആ കോലഴി ഭാഗത്തേക്ക് ഇതേ സംഘം തന്നെ എത്തി അവിടെ കവർച്ച നടത്തി എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു നിഗമനമായി പറയുന്നത്. എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം വളരെ കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ളൂ ഇതുമായി അന്വേഷണം എല്ലാം തന്നെ ആരംഭിച്ചിട്ട്.
ഇല്ല, SBIയുടെ ഭൂരിഭാഗം ATMകളിലും SBIയുടെ എല്ലാ ATMകളിൽ നിന്നും സുരക്ഷാ ജീവനക്കാരെ മാറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ATMൽ SBIയുടെ ATMൽ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ATMൽ മാത്രമല്ല, ജില്ലയിലെ SBIയുടെ ഒരു ATMകളിലും സുരക്ഷാ ജീവനക്കാർ നിലവിലില്ല. എനിക്ക് തോന്നുന്നു അത് നേരത്തെ ഉള്ള ഒരു SBIയുടെ ഒരു നയത്തിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ എല്ലാ ATMകളിൽ നിന്നും സുരക്ഷാ ജീവനക്കാരെ മാറ്റി CCTV, അതുപോലെ തന്നെ ഫയർ അലാം, സെക്യൂരിറ്റി അലാം തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് അത് സെൻട്രലൈസ്ഡായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രധാനമായും ഇത് ആരും അറിയാതിരുന്നത്. എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനമനുസരിച്ച് കൃത്യമായി ഒരു പ്രൊഫഷണൽ സംഘമാണെന്നാണ് കമ്മീഷണർ അല്പസമയം മുമ്പ് പറഞ്ഞത് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ സംഘമാണെങ്കിൽ ഓരോ ATMകളിലും കൃത്യമായി നിരീക്ഷണം നടത്തിയ ശേഷം ഏതൊക്കെ രീതിയിൽ എത്ര സമയം കൊണ്ട് മോഷണം നടത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഒരു വിലയിരുത്തൽ ഈ മോഷണ സംഘം നടത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലേക്ക് ഈ സംഘം കടന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ സംഘം വളരെ പ്രൊഫഷണലായി തന്നെ ഇവിടെ നിന്ന് മോഷണം നടത്തിയ ശേഷം ഉടനടി തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ATMലെ സുരക്ഷാ അലാം അടിച്ചതിന് ശേഷം അതിൻ്റെ SMS നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയ ശേഷം ഉടനടി തന്നെ ഈ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലേക്കും എല്ലാം തന്നെ പോലീസിന് വിവരം ലഭിച്ചു. പോലീസിന് വിവരം ലഭിച്ച ശേഷം പോലീസ് ഇവിടെ എത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ കവർച്ച നടത്തി ആ സംഘം ഇവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ സംഘങ്ങൾ വളരെ പ്രൊഫഷണലായുള്ള ഒരു ആകാനായുള്ള സാധ്യത പോലീസ് കമ്മീഷണർ തള്ളിക്കളയാത്തത്. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 3 ഇടങ്ങളിലും, അതായത് 3 ഇടങ്ങളിലും മോഷണം നടത്തിയിരിക്കുന്നത് 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ്. ഒന്ന് തൃശ്ശൂർ റൂറൽ ഏരിയയിലാണ് ഒന്നാമത്തെ ATM ഉള്ളത്. രണ്ടാമത്തെ ATM തൃശ്ശൂർ സിറ്റി ഏരിയയിലാണ്. മൂന്നാമത്തെ ATM തൃശ്ശൂർ സിറ്റി ഏരിയയിൽ നിന്നും കുറച്ചുകൂടി നീങ്ങി ഏകദേശം ഒരു 8-10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോലഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ATM ആണ്. അതായത് ഓരോ ഇടങ്ങളിലേക്കും പോലീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അടുത്ത ഇടങ്ങളിലേക്ക് മോഷണം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ പ്രൊഫഷണലായി പരമാവധി ATMകളിൽ നിന്നും പണം കവർന്ന് ഇവർ പോവുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യമെന്നാണ് പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ.